ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ മൈസൂരിൻ്റെ 2ാം പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ നേരെ സാൻഡ് മ്യൂസിയത്തിൽ നിന്ന് നമ്മൾ നേരെ പുറപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ മൈസൂർ പാലസിന് പണ്ടങ്ങ തീ പിടിച്ച സമയത്ത് അവിടുത്തെ രാജാവ് മാറി താമസിക്കാനായിട്ട് ഇവിടെ വേറെ ഒരു പാലസ് ഉണ്ടാക്കിയിരുന്നുണ്ട്. ആ ഒരു പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു പാലസ് ഇപ്പോൾ ഹോട്ടലാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് എൻട്രൻസ് നമുക്ക് ഒരാൾക്ക് 100 രൂപയായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു 100 രൂപയിൽ നമുക്ക് ഇൻക്ലൂഡായിട്ട് ഒരു ചായയും ബിസ്ക്കറ്റും തരും എന്നാണ് ഉള്ളെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ നിലവിൽ ഇവിടെ ഇപ്പോൾ താമസക്കാരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കയറി കാണാനുള്ള പെർമിഷൻ ഇല്ല. ചില ഏരിയയിൽ റിസ്ട്രിക്ഷൻ ഏരിയ ആയിട്ടുള്ള മാത്രം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കാണാനും എടുക്കാനൊക്കെയുള്ള അനുമതി കിട്ടും. അപ്പോൾ ധ്യാനൂസ് നല്ല ഉറക്കമായിരുന്നേ. അപ്പോൾ ധ്യാനൂസിനെ നമ്മൾ വിളിച്ച് ഉണർത്തി ഇതാ പാലസ് കണ്ടോന്ന് പറഞ്ഞ് വിളിച്ച് ഉണർത്തിട്ടാ. അപ്പോൾ നമ്മൾ നേരെ നമ്മളെ സാൻഡ് മ്യൂസിയത്തിൽ നേരെ തിരിച്ച് ലളിതാംബിക പാലസിലേക്കട്ടോ വന്നിട്ട്. അപ്പോൾ നമ്മളെ KGF സിനിമയിൽ നമ്മളെ ഇവൻ്റെ വീടായിട്ട് കാണിച്ച പാലസാട്ടോ ഇത്. താണ് ആദ്യമായിട്ടോ വലിയൊരു പാലസിലേക്ക് ഇങ്ങനെ കയറുന്നത്. നമ്മൾ തിരുവനന്തപുരത്തുള്ള നമ്മളെ മണിച്ചിത്തായൊക്കെ ഷൂട്ട് ചെയ്ത അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇവിടെ മൈസൂർ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു പാലസിലേക്ക് കയറുന്നത് കേട്ടോ. മൈസൂർ വേറൊരാവശ്യമായി ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരിക എന്നല്ലാണ്ട് മറ്റു നമ്മൾ മൈസൂർ വിസിറ്റിനായിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇങ്ങനെ ടൂറായിട്ടോ വന്നിട്ടില്ല കേട്ടോ. എന്താണ് രാജാക്കന്മാരുടെയൊക്കെ അന്നത്തെ ഒരു പ്രൗഢിയായി സെറ്റപ്പ് നോക്ക്. നമ്മൾ നേരെ പാലസിൻ്റെ ഉൾവശത്തേക്ക് കയറുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വലിയ ആനേൻ്റെ പ്രതിമയും വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു ചെറിയൊരു ഹാള് പോലെ വിടാം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വിശാലമായ സ്റ്റെയർകേസ് റൂമിലേക്കാട്ടോ പോകുന്നത്. വാവ്, ഇവരിപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മേൽഭാഗത്തേക്ക് നമുക്ക് പോകാനുള്ള അനുമതി ഇല്ല എന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ ഉണ്ടോ ഇതാ ബാർന്ന് എഴുതി വെച്ചിട്ടുണ്ടോ, ഇത് ബാറാണേ. എന്താ കാണുന്നുണ്ടെങ്കിലും അപ്പോൾ ഗൈസ് നമ്മളിതാ ലളിതാംബിക പിന്നെ പാലസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വെച്ചാൽ ചാമുണ്ഡി ഹിൽസിലൊക്കെ കേട്ടോ. പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. അടിപൊളി എന്താ പറയുക, മലകൾക്കിടയിലുള്ള ഒരു ചൊരാട്ടോ. നല്ല റോഡ് എന്ന് വെച്ചാൽ വേറെ സൂപ്പർ റോഡ് പറയാനില്ല. അടിപൊളി വ്യൂ ആണ് രണ്ട് സൈഡിലും. ഇവിടെ നിന്ന് നമുക്ക് മൈസൂരിൻ്റെ മൊത്തം സിറ്റി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഒരു വലതുവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈസൂരിൻ്റെ സിറ്റി മൊത്തം നമുക്ക് കാണാൻ പറ്റും. അത്രയും ടോപ്പിലാട്ടോ നമ്മളുള്ള. ഇവിടെ നമുക്ക് നേരെ താഴത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള എന്താ പറയുക സ്ഥലമോ കാര്യങ്ങളോ എല്ലാം നോ പാർക്കിംഗ് ആണ് ഇവിടെ എല്ലാം എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാണ്ട് നേരെ നമ്മൾ വിട്ടടിച്ച് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ താഴത്തേക്ക് പോകുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു മൈസൂർ സിറ്റി മൊത്തം കാണുന്നുണ്ട് കേട്ടോ. ഇതാണ് മൈസൂർ സിറ്റി മൊത്തം കാണുന്നത്. ഇനി നമുക്ക് നേരെ ചാമുണ്ഡി ഹിൽസിൻ്റെ ടോപ്പ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ബാക്കിയുള്ള കംപ്ലീറ്റ് വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് കംപ്ലീറ്റ് സിറ്റി നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിത് നേരെ അതിൻ്റെ ടോപ്പിലെത്തി കേട്ടോ. ഇനി നമ്മളിവിടെ ഇനി വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി അപ്പോൾ ഗൈസ് നമ്മൾ നേരെ പാലസിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ വന്നതെന്ന് വെച്ചാൽ ചാമുണ്ഡി ഹിൽസിലാട്ടോ. അപ്പോൾ ചാമുണ്ഡി ഹിൽസിൽ ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം പോലെ ചെറിയ കടകളാട്ടോ. ഇവിടെ മൊത്തം നിരത്തി കടകളാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചാമുണ്ഡി ഹിൽസ് എന്ന് പറഞ്ഞാൽ ഒരു അമ്പലമാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ കടകളുണ്ട്. പലതരം വെറൈറ്റി ആയിട്ടുള്ള പല തരത്തിലുള്ള കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ നേരെ അമ്പലത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. ഇനി അമ്പലത്തിൻ്റെ അടുത്ത് ധ്യാനസ് ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ട്. കടകൾ കണ്ടപ്പോൾ ധ്യാനസ് ആകെ പ്രശ്നമാക്കി അവൻ എന്തൊക്കെ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അവന് അമ്പലത്തിലേക്കോട്ട് വരുന്നില്ല കേട്ടോ. നമ്മൾ ഇനി അമ്പലം കാണിച്ചു തരാം. അപ്പോൾ അമ്പലത്തിൽ കയറുന്ന സമയത്ത് ഇതാണ് അമ്പലം. അമ്പലത്തിൽ കയറുന്ന സമയത്ത് നമ്മളെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഇതേപോലെ ബാഗിൻ്റെ അകത്താക്കിയിട്ട് നമ്മളിവിടെ കൗണ്ടറിൽ കൊടുക്കണം കേട്ടോ. നമ്മളെ ചെരുപ്പെല്ലാം നമ്മളെ സഞ്ചിയിലേക്ക് ആക്കി കേട്ടോ. എന്നിട്ട് നേരെ ഇവരെടുത്ത് കൊടുക്കും. ഇവിടെ ആൾക്കാരുണ്ട് ഇത് കൊടുക്കുന്നത്. നല്ല തിരക്കാട്ടോ. അമ്പലത്തിൽ കയറാൻ നല്ല തിരക്കാണ്.
ചാമുണ്ഡി ഹിൽസ്. നമ്മളെ വഴിപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ വഴിപാട് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഓരോരുത്തർ വെച്ചിട്ടുണ്ട്. ഓരോരുത്തർ ചെയ്തു പോകുന്ന കേട്ടോ. തേങ്ങ ഉടകൽ, പിന്നെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. നമ്മൾ കുറച്ച് ദൂരത്ത് ഇതിൻ്റെ ഫുൾ വിഷ്വൽ ഒന്ന് കാണിച്ചു തരാം. അമ്പലത്തിൻ്റെ നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഉള്ളിലത്തെ ക്യൂ ആട്ടോ. ഉള്ളി എന്താണ് ദൂരെ ഫുള്ള് ക്യൂ, ഒരുപാട് ദൂരത്തെ ക്യൂ ആണ്. നമ്മൾ ഉള്ളിലേക്ക് കയറുന്നില്ല, നമ്മൾ നേരെ തിരിച്ച് പുറത്തേക്ക് നല്ല തിരക്കാണ് കേട്ടോ. കറക്റ്റ് കുറച്ചും കൂടി മുന്നേ വരണം, എന്നാലും കറക്റ്റ് സൺസെറ്റ് കിട്ടും അല്ലേ, ലൈറ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ പാലസിൽ ലൈറ്റിങ്ങിന്റെ കാണാൻ വേണ്ടിട്ട് നമ്മൾ നേരെ ചാമുണ്ഡി ഹിൽസിൽ നിന്ന് പുറപ്പെട്ടോ. പക്ഷെ ഇതെന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാല് ഇപ്പോ യുദ്ധത്തിന്റെ പിന്നെ പ്രശ്നമുള്ളതുകൊണ്ട് അവിടെ ലൈറ്റിങ്ങിന്റെ പരിപാടി മൊത്തം ക്ലോസ് ചെയ്ത്. അപ്പൊ നമ്മൾ അതിന് തൊട്ടടുത്ത് ഒരു മാളുണ്ടായിരുന്നേ. അപ്പൊ ആ മാളില് നമ്മളത് കറങ്ങാൻ വെച്ചിട്ട് നേരെ ആ മാളിൽ വന്നിട്ടാ. അപ്പൊ ധ്യാനസ് നമ്മളെ പിന്നെ അവന്റെ എന്താ പറയാ ഗെയിംസിന്റെ സെക്ഷനിലേക്ക് ഓടി പോയിട്ടുണ്ട്. ഞങ്ങൾ അതിന്റെ പുറകെ നേരെ പോട്ടോ. എങ്ങനെയുണ്ടായി? എങ്ങനെയുണ്ട്? നല്ല നിരത്തി വെച്ചിട്ടാ കണ്ടോളെ കുഞ്ഞു ആരടാ. ഒരു ബോളിന്റെ ഗെയിം കളിപ്പിക്കട്ടാ. അവസാനം നോക്കി കണ്ട എല്ലാവരും നിരത്തി കയറട്ടാ. അവര് പറഞ്ഞ് എറിഞ്ഞോ തന്നെ, പിന്നെ ഇവിടെ ആരുമില്ല, മൊത്തം ഏറായിട്ടാ. കാളേനെ ഓടിക്കാൻ വേണ്ടി പോന്നെ. ആരതി ആരതി ആരതി
ധ്യാനോ എടാ കളി കഴിഞ്ഞടാ. അപ്പോൾ ഗൈസ് നമ്മളിതാ പാർക്കിൽ നിന്ന് നമ്മൾ നേരെ തിരിച്ച് ഇനി അടുത്ത ദിവസം നമ്മൾ നേരെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മൈസൂർ പാലസിലേക്ക് കേട്ടോ. അപ്പോൾ മൈസൂർ പാലസിൻ്റെ വിശേഷങ്ങളായിട്ട് നാളെ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക.